നമസ്കാരം. ഞാനങ്ങനെ നിലാവിൻ്റെ നീലഭസ്മമൊക്കെ കണ്ട് ബാൽക്കണിയിൽ അങ്ങനെ നിന്നപ്പോൾ വിചാരിച്ചു, എന്നാൽ പിന്നെ നാളെ രാവിലെ കുറച്ച് കാടും മലയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ എന്ന്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോവാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ വിചാരിച്ച പോലെ തന്നെ കുറച്ച് കാടും മലയും കാണാനായിട്ട് ഷീപ്പ് റിവർ പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, നമ്മുടെ കനേഡിയൻ റോക്കീസിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു പ്രൊവിൻഷ്യൽ പാർക്കും റിവറും വാട്ടർഫാൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പടയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഈ ഷീപ്പ് റിവർ പ്രൊവിൻഷ്യൽ പാർക്ക് കാൽഗറിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സിന് താഴെ ഉള്ളൂ. ഒരു 1 hour ഡ്രൈവ് ഓർ റൈഡ്. അധികം ദൂരമില്ല, പിന്നെ അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലവുമാണ്. ഒരുപാട് ഹൈക്കിംഗ് ട്രെയിൽസും സൊനാപ്പികളൊക്കെ ഒരുപാട് കാണാം ഓൺ ദ വേ. പിന്നെ ബൈക്കിൽ പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വൺസ് യു എൻറ്റർ കനനാസ്കിസ് കൺട്രി അതിൻ്റെ അകത്ത് ഗ്യാസ് സ്റ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഡയമണ്ട് വാലിയാണ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പോൾ അവിടുന്ന് മേക്ക് ഷുവർ യുവർ ടാങ്ക് ഇസ് ഫുൾ ബിഫോർ യു പ്രൊസീഡ് എനി ഫർദർ. അപ്പോൾ അങ്ങനെ ഷീപ്പ് റിവറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് വിഷ്വൽസ് എടുത്തേക്കാം അല്ലേ? ഓവറാക്ക്. എന്നാൽ പിന്നെ സ്വല്പം കാടും മലയും ആയാലോ. ഞാൻ അങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു ഓൾഡ് കപ്പിള് 2 കുതിരകളുമായിട്ട് ലാൻഡ് ചെയ്തു. ഞെട്ടിപ്പോയി. ഞാൻ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിനെന്താ മോനെ എന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഇതാണ് ഷീപ്പ് റിവർ. അപ്പാരൻ്റ്ലി ഇവിടുന്നാണ് ടൗൺ ഓഫ് ഓക്കട്ടോക്സിനും ഡയമണ്ട് വാലി ടൗണിനൊക്കെ കുടിവെള്ളം കിട്ടുന്നത്. വിക്കിപീഡിയ ഇൻഫോ ആണ്. പച്ചക്കടലിലും ചുവന്ന ഭൂമിയില്ലെങ്കിലും നീലാകാശം ബലെ ഭേഷ് ആയിട്ടുണ്ട് കേട്ടോ. ദിയടാ പിന്നെയും. അപ്പോൾ അവർ കുതിരകളൊക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവർ താഴെ ഷീപ്പ് റിവറിലോട്ട് കുതിരകളെയും കൊണ്ട് നടന്നിറങ്ങുകയാണ്.
അപ്പോൾ ഈ ഷീപ്പ് റിവർ പ്രൊവിൻഷ്യൽ പാർക്കിലോട്ട് പോകുന്നവർ അതിൻ്റെ നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്ന ഡയമണ്ട് വാലിയാണ്. അവിടെ റെസ്റ്റോറൻറ്റ്സും ഗ്യാസ് സ്റ്റേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാർക്കിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ വേണമെങ്കിൽ ഫുഡ് ക്യാരി ചെയ്യാം. അവിടെ റെസ്റ്റ് റൂംസൊക്കെ അവൈലബിൾ ആണ്. ഈ ഷീപ്പ് റിവർ ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്, അവിടെ റെസ്റ്റ് റൂംസ് അവൈലബിൾ ആണ്. പ്രൊവിൻഷ്യൽ പാർക്കിംഗ് ലോട്ടിലും റെസ്റ്റ് റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ കഴിക്കാനും അങ്ങനത്തെ പരിപാടികളൊന്നും അവൈലബിൾ അല്ല. ഈ റൂട്ടിലൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉഗ്രൻ ഓപ്ഷനാണ് ഈ ഷീപ്പ് റിവർ പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറയുന്നത്. റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ റോഡ് പോകുന്നതും. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം പല ഹൈക്കിംഗ് ട്രെയിൽസും കാണാം. കാൽഗറിയിലുള്ള കുറേ ബൈക്കേഴ്സും സ്ഥിരമായിട്ട് വരുന്ന റൂട്ടാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി റൈഡിങ് ഡേ കഴിഞ്ഞ് സൺസെറ്റും കണ്ട് അങ്ങനെ ചില്ല് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സുലാൻ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ.